മണിപ്പൂരിൽ വീണ്ടും സംഘർഷം. സൈനികരും കുക്കി വിഘടനവാദികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ 11 വിഘടനവാദികളെ വധിച്ചു. മണിപ്പൂരിലെ ജിരിബാമിൽ CRPF പോസ്റ്റിന് നേരെ ആക്രമണം നടത്തിയവരെയാണ് വധിച്ചത്. CRPF പോസ്റ്റിന് നേരെ ആക്രമണം ഉണ്ടായതോടെ സൈന്യം തിരിച്ചടിക്കുകയായിരുന്നു. ഏറ്റുമുട്ടലിൽ 2 ജവാന്മാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ജിരിബാം ജില്ലയിലെ പോലീസ് സ്റ്റേഷനടുത്തായി സംഘർഷത്തിൽ കുടിയിറക്കപ്പെട്ടവരുടെ ക്യാമ്പുകളും ഉണ്ട്. ഈ ക്യാമ്പും കൂടിയായിരിക്കാം ആയുധധാരികളുടെ ലക്ഷ്യമെന്ന് സൈന്യം സംശയിക്കുന്നുണ്ട്. ഇതിനു മുൻപും ഈ സ്റ്റേഷനെ കുക്കികൾ ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ആയുധധാരികൾ വന്നത് ഓട്ടോറിക്ഷയിലാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സ്റ്റേഷൻ ആക്രമിച്ചതിന് ശേഷം ആയുധധാരികൾ തൊട്ടടുത്ത് വീടുകളുള്ള പ്രദേശത്തേക്ക് നീങ്ങുകയും അവയ്ക്ക് തീയിടാൻ തുടങ്ങുകയും ചെയ്തു. അതോടെ സൈന്യവുമായി വെടിവെപ്പുണ്ടായി. ഇതിലാണ് 11 ആയുധധാരികൾ മരിച്ചത്. കഴിഞ്ഞയാഴ്ച ജിരിബാം ജില്ലയിൽ വീണ്ടും അക്രമം പൊട്ടിപ്പുറപ്പെട്ടതോടെ പ്രദേശത്ത് സംഘർഷാവസ്ഥ നിലനിന്നിരുന്നു. ഹമർ ഗോത്രവർഗത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ മെയ്തേയ് കലാപകാരികൾ കൊലപ്പെടുത്തിയതോടെയാണ് തുടക്കം. ശേഷം മെയ്തേയ് സമുദായത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ കുക്കി വിഭാഗം വെടിവെച്ച് കൊന്നിരുന്നു. ഇതോടെയാണ് പ്രദേശം വീണ്ടും ഭീതിയുടെ മുൾമുനയിലായത്. അതേസമയം തിങ്കളാഴ്ച രാവിലെ ഇംഫാൽ ഈസ്റ്റ് ജില്ലയിൽ കർഷകനെ വെടിവെപ്പിൽ പരിക്കേറ്റു. ആയുധങ്ങളുമായി എത്തിയ ഒരു വിഭാഗം പേരാണ് കുന്നിൻ മുകളിൽ നിന്ന് കർഷകനെ നേരെ വെടിയുതിർത്തത്. ഇംഫാൽ താഴ്വരയിലെ വയലുകളിൽ ജോലി ചെയ്യുന്ന കർഷകർക്ക് നേരെ മലനിരകൾ കേന്ദ്രീകരിച്ച് ആക്രമണം തുടരുകയാണ്. ഇത് 3-ാം ദിവസമാണ് ഇത്തരത്തിൽ മലമുകളിൽ നിന്ന് വെടിവെപ്പുണ്ടാകുന്നത്. ശനിയാഴ്ച ചുരാചന്ദ്പൂർ ജില്ലയിലെ കുന്നിൻ മുകളിൽ നിന്ന് ഭീകര സംഘടന നടത്തിയ വെടിവെപ്പിൽ ബിഷ്ണുപൂർ സൈറ്റണിലെ നെൽവയലിൽ ജോലി ചെയ്യുകയായിരുന്ന കർഷകൻ കൊല്ലപ്പെട്ടിരുന്നു. ഇംഫാൽ ഈസ്റ്റ് ജില്ലയിലെ സനസാബി, സാബുഗോക്, ഗുനു, തംന പോക്പി പ്രദേശങ്ങളിലും സമാനമായ ആക്രമണങ്ങൾ ഞായറാഴ്ച ആരംഭിച്ചിട്ടുണ്ട്.